Hello, hello. Ich heiße Amelie Ditilda Joshi. കഴിഞ്ഞ മാസം 22-ാം തീയതി മുതൽ ഈ മാസം 20-ാം തീയതി വരെ, അതായത് ഏകദേശം ഒരു മാസം ആകുന്നു. അപ്പം ഞാനിവിടെ ജർമ്മനി വന്നിട്ട് എൻ്റെ എക്സ്പീരിയൻസസ് എന്തൊക്കെയാണ്, എൻ്റെ ഷൂള എങ്ങനെയുണ്ട്, എനിക്ക് പഠിക്കാൻ എങ്ങനെയുണ്ട്, ഇവിടുത്തെ ക്ലൈമറ്റ്, ബാക്കി എല്ലാ കാര്യങ്ങളും എൻ്റെ ഫുൾ ഇവിടെ വന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ച് പറയാം. ഞാൻ മാർച്ച് മാസമാണ് വന്നത്. അപ്പോൾ ഏപ്രിലൊക്കെ ആകുമ്പോഴേക്ക് സമ്മർ തുടങ്ങുമല്ലോ എന്ന് ഓർത്ത് ഞാൻ വലിയ സ്വെറ്റ് ഷർട്ട്സ് ഒന്നും എടുത്തിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ ഫ്രാങ്ക്ഫർട്ടിൽ എയർപോർട്ടിൽ വന്നിറങ്ങി ആ എയ്റോപ്ലെയിനിൽ നമ്മളൊന്ന് ഇറങ്ങുന്ന അപ്പം ഫീൽ ചെയ്തൊരു തണുപ്പുണ്ട്. നമ്മുടെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ വരത്തില്ലേ, നമ്മൾ ഫ്രിഡ്ജ് തുറക്കാൻ നേരത്തെ ഒരു തണുത്ത കാറ്റടിക്കത്തില്ലേ, അത് എല്ലാ സൈഡിൽ നിന്നും, അതായത് നമ്മുടെ റൂമിലൊക്കെയുള്ള ആ എ സിയൊക്കെ ഒന്ന് കൂട്ടിയിട്ടിട്ട് ഈ എ സിയുടെ കാറ്റിങ്ങനെ എല്ലാ സൈഡിൽ നിന്നും അടിച്ചിട്ട് കൈയൊക്കെ പെട്ടെന്ന് മരച്ചൊരവസ്ഥയുണ്ട്. ഞാൻ ഇത്രയും തണുപ്പ് പ്രതീക്ഷയില്ല. ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ മഞ്ഞോ അതൊന്നും കണ്ടിട്ടുള്ള ഒരു വ്യക്തിയല്ല. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു തണുപ്പ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും ഒരു മിക്സഡ് ആയിട്ടുള്ള കാലാവസ്ഥയാണ് എപ്പോഴും. ചില ദിവസം വെയിലായിരിക്കും, ചില ദിവസം മഴയായിരിക്കും, രാവിലെ മഴയായിരിക്കും, പെട്ടെന്ന് ഉച്ച കഴിഞ്ഞ് വെയിലായിരിക്കും. അങ്ങനെ എന്താ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാലാവസ്ഥയാണ്. ഇപ്പോൾ ഉച്ച വരെ വെയിലാണെങ്കിൽ ഉച്ച കഴിഞ്ഞത്തുള്ള മഴയിൽ ഭയങ്കര തണുപ്പായിരിക്കും. ഇപ്പോൾ കുറച്ച് മുമ്പ് തന്നെ ആലിപ്പഴം പെയ്തായിരുന്നു. ഇപ്പം നന്നായിട്ട് വെയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ അപ്പുറത്തെ വീട്ടിലെ അമ്മച്ചി പറഞ്ഞത് മെയ് മാസം ഒരു പകുതിയൊക്കെ ആകുമ്പോൾ വരെ ഇങ്ങനെ തന്നെയായിരിക്കും ഈ ക്ലൈമറ്റ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലൈമറ്റിന് നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും നല്ല ചൂടായിട്ടിരിക്കണമെന്നൊക്കെ കണ്ടീഷനുള്ള ആൾക്കാരാണെങ്കിൽ നല്ല സ്വെറ്റ് ഷർട്ട്, ജാക്കറ്റൊക്കെ നിർബന്ധമാണ്. നമുക്ക് ഒന്നും വെളിയിൽ ജാക്കറ്റൊന്നും ഇല്ലാതെ ഇറങ്ങാനേ പറ്റത്തില്ല. ഇപ്പം തന്നെ ഞാനിവിടെ ഇരിക്കുന്നത് ഭയങ്കരമായിട്ട് തണുപ്പടിച്ചിട്ടാണ്. എൻ്റെ മൂക്കൊക്കെ കണ്ടാലറിയാം, ചുമന്നിരിക്കും. ഞാൻ ഇത്രയും കട്ടിയുള്ളൊരു സ്വെറ്റ് ഷർട്ടാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വെളി വന്നിരുന്ന വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തണുപ്പായിരിക്കും. കുറച്ചൊക്കെ കഴിഞ്ഞാൽ ഈ തണുപ്പ് മാറത്തുള്ളൂ. അപ്പോൾ അതിന് ഈ ഒരു ടൈമിൽ വരുന്നവർ ജാക്കറ്റൊക്കെ മേടിച്ചുകൊണ്ട് വരിക. ഓക്കെ, പിന്നെ എനിക്ക് പറഞ്ഞു തരാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ സൈലൻസ് ആണ്. ഫസ്റ്റ് ഡേ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇവിടെ വന്ന് നമ്മുടെ റൂമിൽ കിടക്കുമ്പോൾ ഈ നിശബ്ദത, ഇതൊരു പ്രത്യേകതരം നിശബ്ദതയാണ്. ഒന്നെങ്കിൽ നമ്മുടെ വീട്ടിൽ ഫാനിൻ്റെ സൗണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വെളിയിൽ വല്ല കിളികളോ രാത്രിയൊക്കെ ആകുമ്പോഴേക്കും വല്ല മൂങ്ങയോ അല്ലെങ്കിൽ പൂച്ചയോ എന്തെങ്കിലുമൊക്കെ ശബ്ദം കാണും. ഇതുവരെ ഇത്രയും നിശബ്ദമായിട്ട് ഞാൻ ഇരുന്നിട്ടേ ഇല്ല. അപ്പോൾ രാത്രി കിടക്കാൻ നേരത്തെ ഈ ചെവിയിൽ നിന്ന് എന്തോ ഇങ്ങനെ മൂളുന്ന പോലെയായിരുന്നു. ഫസ്റ്റ് ഡേ ഭയങ്കര സൈലൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈലൻസ്. ഇപ്പം ഞാനിവിടെ സംസാരിക്കുന്നത് നിർത്തിയാൽ ഫുൾ സൈലൻസ് ആണ്. അങ്ങനെ നമ്മൾ ചിലപ്പോൾ പരീക്ഷ ഹാളിലൊക്കെ ഇരിക്കത്തില്ലേ, പരീക്ഷ ഹാളിനെക്കാട്ടിലൊക്കെ സൈലൻസ് ആണ് ഇവിടെ. അതുകൊണ്ട് സൈലൻസ് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സൈലൻസുമായിട്ട് ഇങ്ങനെ പൊരുത്തപ്പെട്ട് പോകാനൊന്നും പറ്റിയിട്ടില്ല. ഒന്നും ആയി വരുന്നതേ ഉള്ളൂ. ഞാൻ നോർമലി എനിക്ക് ഈ ശബ്ദമൊക്കെ കേൾക്കാനൊക്കെ ഒരു താല്പര്യമുള്ളൊരു കൂട്ടത്തിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ പെട്ടെന്ന് ഈ സൈലൻസ് എനിക്ക് അങ്ങോട്ടങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ജർമ്മൻകാർക്ക് ഈ സൈലൻസ് വേണം, അവർക്കത് മസ്റ്റാണ്. കഴിഞ്ഞ ഏപ്രിൽ 2-ാം തീയതി ഞങ്ങളുടെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ക്ലാസ്സിൽ പോയി ഫസ്റ്റത്തെ 2-ാം തീയതി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അന്ന് കുറച്ച് ഗെയിമൊക്കെ കളിപ്പിച്ചിട്ട് നമ്മളങ്ങ് വിട്ടേ ഉള്ളായിരുന്നു. പക്ഷേ 3-ാം തീയതി മുതൽ അവർ പഠിപ്പിക്കാൻ തുടങ്ങി. ഓരോ ടീച്ചേഴ്സ് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഫസ്റ്റ് ഒന്നും മനസ്സിലാകത്തില്ല, എന്താണ് നിങ്ങൾ ഈ പറയണേന്നുള്ള ഒരു ഫീലായിരുന്നു ഇരുന്നത്. ഇപ്പം എന്നോട് ചോദിക്കുക ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്, അതിന് അവിടെ പഠിച്ചുകൊണ്ടാണ് ഇവിടെ പഠിച്ചുകൊണ്ട് അല്ല. ഞങ്ങളുടെ ക്ലാസ്സിൽ മൊത്തത്തിൽ 6 മലയാളി പിള്ളേരുണ്ട്. അപ്പം അതിൽ ഞങ്ങൾ 6 പേരും 6 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചു വന്ന പിള്ളേരാണ്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ എക്സ്പീരിയൻസ് ആണ്, ഒരേ അനുഭവം തന്നെയാണ്. അതുകൊണ്ട് ഇനി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ പഠിച്ചതും ഇവിടെ വന്ന് കേൾക്കുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് അതിനൊരു ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാകും. ആദ്യത്തെ ദിവസമൊക്കെ പറയുന്നത് കേട്ട് തലയെല്ലാം പെരുത്ത് ചൂടാകും. നമുക്ക് ഒത്തിരി നേരം ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുമാത്രമല്ല, രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 3:30-3 മണി വരെ നമുക്ക് ഈ ക്ലാസ് കാണും. അപ്പം ഇവരുടെ ഒരു കാര്യങ്ങളനുസരിച്ച് ഇവർ പറയുന്നത് എന്നാന്ന് പറഞ്ഞാൽ ഒരു കൊച്ചിന് ഒരു ദിവസം
2 പീരീഡിൽ കൂടുതൽ പഠിക്കാൻ പറ്റത്തില്ല, അതായത് 2 വിഷയങ്ങളിൽ കൂടുതൽ പഠിക്കാൻ പറ്റത്തില്ല എന്ന്. നമ്മളെ നാട്ടിൽ 8, 9 വിഷയങ്ങളൊക്കെ ഒരു ദിവസം പഠിച്ചുകൊണ്ടിരുന്ന നമ്മളോട് അവർ വന്ന് പറയുന്നത് നമുക്ക് 2 വിഷയത്തിൽ കൂടുതൽ ഒരു ദിവസം പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് രാവിലെ 8 മണി മുതൽ 12 മണി വരെ ഒരാൾ വന്ന് ഒരു വിഷയമായിരിക്കും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാളെ കണ്ട് ആ ഒരു ടോണൊന്നും മാറാതെ ആ ആളെ തന്നെ നമ്മൾ കേട്ട് കണ്ട് അത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനായിരിക്കും. അത് കഴിഞ്ഞിട്ട് 12 മണി മുതൽ 3 മണി വരെ വേറൊരു വിഷയം കൂടെ വരും. അങ്ങനെ 2 വിഷയമേ ഒരു ദിവസം പഠിപ്പിക്കത്തുള്ളൂ. പിന്നെ പറയാനുള്ള കാര്യമെന്ന് പറയുന്നത്, ക്ലാസ്സിൽ ഞങ്ങൾക്ക് 2 പേർക്കും വിശക്കും. ആദ്യത്തെ 2 ദിവസമൊക്കെ ഞങ്ങൾ പോയി കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നു. എന്ത് ചെയ്യണമെന്നറിയാണ്ട് ഇങ്ങനെ തലയൊക്കെ കറങ്ങി വരുമായിരുന്നു. ഞങ്ങളപ്പോൾ എന്നെ എഴുതാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ, രാവിലെ ഞങ്ങൾ ചോറ് കഴിക്കും. അതായത് രാവിലെ നന്നായിട്ട് കഴിച്ചിട്ട് പിന്നെ നമുക്ക് ഉച്ചക്കത്തേൻ്റെ പൗസയുടെ തൊട്ട് മുമ്പായിട്ട് വേറൊരു പൗസയുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ ക്രോസോണ്ടോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ യോഗോട്ടോ അല്ലെങ്കിൽ ബ്രെഡോ കഴിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ച് വന്നിട്ടേ വേറെ എന്തെങ്കിലും കഴിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് രാവിലെ ഞങ്ങൾ ഈ ചോറ് കഴിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്, ടെസ്റ്റ് ഇല്ലാതെ എങ്ങനെ പഠിക്കുക. അതായത് നമ്മൾക്ക് നോർമലി സ്കൂളിൽ നമ്മൾ പഠിച്ചുകൊണ്ട് വന്നത് ഒന്നെങ്കിൽ ടെസ്റ്റ് കാണും. എനിക്കറിയാം നമ്മൾ കോളേജിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ടെസ്റ്റൊന്നും കാണത്തില്ല എന്ന്. പക്ഷേ ഇത് നമ്മൾ വേറൊരു ലാംഗ്വേജിലാണ് പഠിക്കുന്നത് എന്നപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ നമുക്ക് എങ്ങനെയാണ് നോട്ട്സ് തരുന്നതെന്ന് പറഞ്ഞാൽ, ഓരോ ടീച്ചർമാർ വരും. എന്നിട്ട് അവർ ചിലവരാണെങ്കിൽ പറഞ്ഞു വിടത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെ നമ്മൾ ഇങ്ങനെ ചിലപ്പോൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് നമ്മൾ എഴുതിയെടുക്കണം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് നോട്ട് എടുക്കാം. അല്ലെങ്കിൽ മിക്കപ്പോഴും എല്ലാവരും നോട്ട് തരും നമുക്ക്. നോട്ടായിട്ടെന്ന് പറയുമ്പോഴേക്കും ഓരോ പേപ്പർ തരും. പേപ്പർ ചിലവർ തന്നിട്ട് നമ്മളെക്കൊണ്ട് ഓരോ വർക്ക് ചെയ്യിപ്പിക്കും. വേറെ ചിലവർ തന്നിട്ട് ഇങ്ങനെയൊക്കെയാണെന്നും പറഞ്ഞിട്ട് മറ്റേ ഹൈലൈറ്ററും കൊണ്ട് ഹൈലൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇതൊക്കെ പഠിക്കണമെന്നൊക്കെ പറയും. അപ്പോൾ ആദ്യമേ ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ ഒത്തിരി പാടായിരുന്നു. ഞങ്ങളുടെ അടുത്തൊരു ജർമ്മൻ കൊച്ചാണ് ഇരിക്കുന്നത്. അവൻ നന്നായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവന് പ്രത്യേകിച്ച് ഞങ്ങളോട് വലിയ ദേഷ്യം അങ്ങനെയൊന്നുമില്ല. അവനുണ്ടായതുകൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോകുന്നു, അത് കുഴപ്പമില്ല. പിന്നെ നമുക്കിത് ഇതേപോലെ ഒരു ഓട്ട്നർ കിട്ടും. ഓട്ട്നർ ഞങ്ങൾ മേടിച്ചതാണ്. ഈ ഓട്ട്നറിൻ്റെ അകത്ത് നമ്മളിങ്ങനെ നോട്ട്സ് തരം തിരിച്ച് വെക്കുക. ഇപ്പോൾ ഓരോ ടീച്ചർമാരുടെയും നോട്ട്സ്, ഇത് ഇവിടെ ഇച്ചിരി കീറിയത് നോക്കണ്ട, ഇത് ഓരോ ടീച്ചർമാരുടെയും പേര് എഴുതിയിട്ട് അവർ തന്ന നോട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ തരം തിരിച്ച് വെക്കും. ഇപ്പോൾ ഇത്രയും ടീച്ചർമാരുടെ നോട്ട്സ് തന്നിട്ടുണ്ട്. ഓരോരുത്തരും വരുമ്പോഴേക്കും ഈ നോട്ട്സ് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കും. ചെറിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പം നമ്മൾ കുഞ്ഞിലേന്നൊക്കെ പറഞ്ഞാൽ ഒരു 10+2 നമ്മൾ പഠിച്ച കുറച്ച് ബയോളജി ഒക്കെ എടുത്തവർക്കറിയാം. അതിൽ ഇപ്പം സെൽസ് എല്ലാം കൂടെ ചേർന്ന് ടിഷ്യൂസിൻ്റെ പിന്നെ ഓർഗൻ സിസ്റ്റം, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ അത് ഇവർ ഈ പറഞ്ഞു വരുമ്പോഴേക്കും അപ്പം അവർ പറയുന്നൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. വീട്ടിൽ വന്ന് നമ്മൾ ഈ നോട്ട്സ് എല്ലാം ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് എടുത്തു വെച്ച് നോക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്, എടാ ഇത് നമുക്കറിയാവുന്നതല്ലേ, ഇത് നമ്മൾ പണ്ട് പഠിച്ചതല്ലേ. അങ്ങനെ ഓരോന്നിനും ഓരോ പേരൊക്കെ ആയിരിക്കും. ഇപ്പോൾ സെല്ലിന് പറയുന്നത് സെല്ലേ എന്നാണ് പറയുന്നത്, ടിഷ്യൂന്ന് പറയുന്നത് ഗവീബേ എന്നാണ്. അങ്ങനെ ഓരോ വാക്കുകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പണ്ട് പഠിച്ചതിൽ നിന്ന് ഒന്ന് മാറണം. അതായത് കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ. ഇത് ഫുൾ കഷ്ടപ്പാടാണ്. ഇവിടെ വന്നിട്ട് അടിച്ചു പൊളിക്കാം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമുക്ക് പ്രൊബേസൈറ്റ് ഉണ്ട്, പഠിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഡ്യൂട്ടി ഇനി വരും. 3 മാസത്തെ പ്രൊബേസൈറ്റിൽ 1.5 മാസം നമുക്ക് പഠിപ്പിച്ചിട്ട് ബാക്കി 1.5 മാസം നമുക്ക് ഡ്യൂട്ടിയൊക്കെ ചെയ്യണം. ഡ്യൂട്ടീനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചൊക്കെ തരും. അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ളത്. പിന്നെ എന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ജർമ്മനിയിൽ വന്നപ്പോൾ മുതൽ ഞങ്ങൾ വന്ന ഫസ്റ്റ് ഡേ തന്നെ സിറ്റി രജിസ്ട്രേഷൻ ചെയ്തായിരുന്നു. അതിന് നമ്മൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് സിറ്റി രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു പേപ്പർ കിട്ടും. അന്ന് കിട്ടുന്ന ആ പേപ്പർ മുതൽ പിന്നീടുള്ള പേപ്പറുകളെല്ലാം നമ്മൾ സൂക്ഷിച്ചു വച്ചിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ വന്നിട്ട് സിം എടുത്തായിരുന്നു. ഈ സിം എടുത്തതിന് നമുക്ക് നോർമലി സിം എടുക്കുന്ന നേരത്തൊരു കവറൊക്കെ കിട്ടുമല്ലോ. നമ്മൾ നോർമലി നാട്ടിലാണെങ്കിൽ ആ കവറെടുത്ത് കളയും. പക്ഷേ ഇവിടെ ആ കവറെടുത്ത് കളഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം നമ്മുടെ ഫോൺ വല്ല ഓഫായി പോയാൽ പിന്നെ ഓൺ ആകണമെങ്കിൽ
ഈ സിമ്മിൻ്റെ അകത്തൊരു പിന്നുണ്ട്, ആ പിൻ അടിച്ചു കൊടുത്താൽ മാത്രമേ ഫോൺ ഓൺ ആകത്തുള്ളൂ. അപ്പം ഓരോ കാര്യങ്ങളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാകും. എല്ലാത്തിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കാണും. എന്ന് നമ്മൾ നമ്മുടെ മെയിൽ ബോക്സ് ചെക്ക് ചെയ്യുക. താഴെ നമുക്ക് താഴെയാണെങ്കിലും ലെറ്റേഴ്സായിട്ടൊക്കെ ഒത്തിരി വരും. ഇപ്പം ഞങ്ങളുടെ ഗെസ്റ്റ് സൂൺ ഹൈറ്റ് കാർഡ്, അതായത് നമ്മുടെ ഇൻഷുറൻസ് കാർഡ് അങ്ങനെയൊക്കെ പറയുന്ന കാർഡ്, പിന്നെ ATM കാർഡ്, ഇതെല്ലാം ഞങ്ങൾക്ക് പോസ്റ്റായിട്ടായിരുന്നു വന്നിരുന്നത്. പിന്നെ ATM കാർഡൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് സീനിയേഴ്സൊക്കെ ഉണ്ട്. അവർ വന്ന് ഞങ്ങളെ സഹായിച്ച് അവരൊക്കെ എടുത്ത് തരുമായിരുന്നു. പിന്നെ എനിക്ക് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തൊരു കാര്യമെന്ന് പറയുന്നത് ടൈമിംഗ് ആണ്. ഇവിടുത്തെ നമ്മുടെ ഡേ ലൈറ്റ് സേവിങ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ സമയം 7:20 7:20 വെട്ടമാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ സമയമൊക്കെ ആകുമ്പോഴേക്ക് ഇരുട്ടിയിട്ടാണെങ്കിൽ നമുക്ക് പതിയെ ഉറക്കമൊക്കെ വരും. അപ്പം നമ്മൾ കുറച്ചും കൂടെ കഴിയുമ്പോഴേക്ക് ഇരുട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് ഉറങ്ങുന്നതിൻ്റെ ഒരു സുഖം അത് വേറെ തന്നെയാണ്. പക്ഷേ 8:30 8:45 ആകുമ്പോഴും ഈ വെട്ടം ഇതേപോലെ തന്നെ നിൽക്കും. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സമയം പോകുന്നത് നമ്മൾ അറിയത്തേയില്ല. നമ്മൾ വെളിയിലോട്ട് നോക്കും, വെട്ടമുണ്ട്, രാത്രി ആയിട്ടില്ല, ഇനി സമയമുണ്ടെന്നും പറഞ്ഞ് നമ്മളിങ്ങനെ നോക്കി ഇരിക്കും. പക്ഷേ ഫോൺ എടുത്ത് നോക്കുമ്പോഴായിരിക്കും 8:45 8:50 എന്നിട്ടാണ് ഇത്രയും വെട്ടം എന്ന് നമ്മൾ ഓർക്കും. 8:50 നമ്മുടെ ഈ നാട്ടിലത്തെ 6:30 ഒരു ഫീലാണ് 8:50 വരുന്നത്. ഒരു 9 മണിക്കാകും ഇപ്പോൾ ഇവിടെ ഒന്ന് ഇരുട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഉറങ്ങാൻ നേരത്താണേലും അത് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ 6 മണിക്ക് ഞങ്ങൾ അലാറം വെച്ച് എണീക്കും. ഇവിടുന്ന് ഒരു 15 മിനിറ്റ് നടക്കാനുണ്ട് ഷൂളയിലേക്ക്. അതുകൊണ്ട് 6 മണിക്ക് ഞങ്ങൾ അലാറം വെച്ച് എണീക്കുമ്പോഴേക്കും നമുക്ക് അന്നത്തെ കാലാവസ്ഥ മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്ത് കാലാവസ്ഥയാണ്, വെളിയിലോട്ട് നോക്കിയാൽ 6 മണിക്കൊന്നും ലൈറ്റ് വന്നിട്ടുണ്ടായിരിക്കത്തില്ല. ഇന്ന് ചൂടാണോ, ഇന്ന് മഴയാണോ, ഒന്നും നമുക്ക് മനസ്സിലാകാൻ പറ്റത്തില്ല. അപ്പം നോർമലി നമുക്ക് വെളിയിലോട്ട് നോക്കിയപ്പോഴേക്കും ഓക്കേടാ, ഇന്ന് ജാക്കറ്റ് ഇടണ്ട, ഒരു സ്വെറ്റർ മാത്രം ഇട്ടുകൊണ്ട് പോയാൽ മതി എന്നൊന്നും നമുക്ക് തീരുമാനിക്കാൻ രാവിലത്തെ ആ ഒരു കാഴ്ച വെച്ച് നമുക്ക് പോകാൻ പറ്റത്തില്ല. ക്ലാസ്സിൽ എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കൂട്ടുകാരൊക്കെ ഒത്തിരി ഉണ്ട്. നമ്മൾ ജർമ്മൻ പിള്ളേരാണേലും ആഫ്രിക്കക്കാർ പിള്ളേരാണേലും എല്ലാവരും നമ്മളെ നന്നായിട്ട് സഹായിക്കും. എല്ലാവരും ഭയങ്കര കൂട്ടായിരിക്കും. അവർക്ക് അങ്ങനെ നമ്മളെ സഹായിക്കുന്നതിനോ നമ്മളോട് മിണ്ടുന്നതിനോ അങ്ങനെ വലിയ അവർ ഇൻട്രോവേർട്ട് കളിച്ച് നടക്കുക അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് ഇതുവരെ എൻ്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടില്ല. നമുക്ക് എല്ലാവരും പറയുന്ന പോലെ തന്നെ കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തന്നെ ലൈഫ് അടിപൊളിയാണെന്ന് പറയത്തില്ല. അതപ്പോൾ ക്ലാസ്സിൽ നല്ല കൂട്ടുകാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ക്ലാസ്സിൽ എനിക്ക് ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. ടീച്ചർമാരാണെങ്കിലും പോലും ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഞങ്ങൾ വേണമെങ്കിൽ പതിയെ പറഞ്ഞു തരാം, മതിയോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ടീച്ചേഴ്സാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിഷാണ്. അവർക്കെല്ലാവർക്കും നമ്മളോട് നല്ല സ്നേഹമാണ്. പിന്നെ ക്ലാസ്സിനെ കുറിച്ച് വേറെ ഓർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട. പഠിക്കുക. നമുക്ക് ആകെപ്പാടെ ഒരു ദൗത്യമേ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. നല്ല പാടായിരിക്കും. ഞങ്ങൾ ക്ലാസ്സിൽ നോട്ട്സൊക്കെ തരുന്ന നേരത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ ഇട്ട് വെച്ച് മാറ്റിയൊക്കെ ആയിരിക്കും അർത്ഥമൊക്കെ നോക്കി ടീച്ചർമാരുടെ കൂടെ അവർ പറയുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പോകണമെങ്കിൽ ട്രാൻസ്ലേറ്ററൊക്കെ ഇട്ട് നോക്കി മാറ്റിയിട്ട് തന്നെയാണ് ഞങ്ങൾ വെക്കുന്നത്. അപ്പോൾ അതിനവർക്ക് വലിയ കുറ്റമോ അങ്ങനെ ഞങ്ങളൊന്നും പറയത്തൊന്നുമില്ല. നമുക്കറിയത്തില്ല എന്ന് അവർക്ക് അറിയാം ഓൾറെഡി. സോ നമ്മൾ ചില നോട്ട്സൊക്കെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കും. ഇവഞ്ച്വലി നമ്മൾ നോർമലായിട്ട് തന്നെ ഇവർ പറയുന്നത് കേട്ട് നമ്മൾ ഈ ഭാഷ പഠിക്കും. പക്ഷേ അതിന് കുറച്ച് ടൈം എടുക്കുക. ആ ടൈം വരെ നമ്മളിവിടെ പിടിച്ചിരിക്കുക, അത്രയും ക്ഷമ കൊടുക്കുക. അതാണ് നമ്മുടെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. പിന്നെ കുറച്ച് പേര് എന്നോട് ഡൗട്ട് ചോദിച്ചായിരുന്നു, ഞാൻ B2 പാസ്സായിട്ടാണോ വന്നതെന്ന്. അത് ഞാൻ ഹൗസ് ബിൽഡിങ് ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ B2 പാസ്സായിട്ടാണ് വന്നത്. പിന്നെ എന്നെ ഏത് ഏജൻസിയാണ് കൊണ്ടുവന്നത്, എങ്ങനെയാണ് വന്നതെന്ന്. എന്നെ ഏജൻസി ഒന്നുമല്ല കൊണ്ടുവന്നത്, എൻ്റെ കൂട്ടുകാരിക്ക് അറിയാവുന്ന ഒരു മാമാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. അപ്പം ഞാൻ ജനുവരി മാസം കൊടുത്തതാണ് എൻ്റെ പേപ്പേഴ്സ്. ഇപ്പോൾ ഏപ്രിൽ ഞാൻ ഇവിടെ ഉണ്ട്. അപ്പം അത്രയും സ്പീഡിൽ എനിക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത് ആ മാമാണ്. അപ്പം വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പ്രോസസ്സിങ്ങും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നടന്നായിരുന്നു. അപ്പം ഞങ്ങളുടെ ഈ മാം ആൻറ്റി എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഈ ആൻറ്റി പ്രോസസ്സിങ് ഒക്കെ ചെയ്തു തരണമെങ്കിൽ B2 ഫുൾ പാസ്സായിരിക്കുന്നവർക്കും പിന്നെ ഹൗസ് ബിൽഡിങ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ചെയ്തു കൊടുക്കുന്നുള്ളെന്ന് തോന്നുന്നു. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലും മാമിനോട് ചോദിച്ചിട്ടില്ല. അപ്പോൾ B2 എന്തായാലും ഫുൾ പാസ്സായിരിക്കണം, 4 മൊഡ്യൂളും ഉണ്ടായിരിക്കണം, എന്നാലേ നമ്മളെ കൊണ്ടുവരത്തുള്ളൂ.
സോ അപ്പോൾ എനിക്ക് ഇന്ന് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ വന്ന് ചോദിച്ചാൽ മതി. ഞാനതൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്തേക്കാം. അപ്പോൾ ബൈ.